ആപ്പിൾ ഈസ് റീബിൽഡിങ് സിറി. അല്ലല്ല, അങ്ങനെ പറയണ്ട. ആപ്പിൾ ഈസ് ട്രാൻസ്ഫോമിങ് സിറി. അതാണ് കുറച്ചുകൂടെ ഐഡിയലായ വാക്കെന്ന് തോന്നുന്നു. നമ്മൾ ഇത്രയും നാൾ കണ്ടു മറന്ന ആപ്പിൾ ഇൻ്റലിജൻസും സിറിയും അല്ല ഇനി വരാൻ പോകുന്നത്. അതിനൊരു സോൾഡ് റീസൺ ഉണ്ട്. കാരണം 2024 WW24 ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആപ്പിൾ ഇൻ്റലിജൻസ് വൻ പരാജയമായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻക്ലൂഡിങ് ആപ്പിൾ എംപ്ലോയീസ് വരെ അതിൻ്റെ പേരിൽ കുറേയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ iOS 27 വരാൻ പോകുന്ന സിറി എന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ച് വിത്ത് ഹെവി നോളജ് ആയിട്ടാണ് വരുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ സംസാരിക്കാം. ഇതേപോലെ അടിപൊളി കാര്യം അറിയാനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ ആപ്പിൾ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം തന്നെ അറിയാൻ പറ്റും. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ റീൽസ് ആയിക്കോട്ടെ, സ്റ്റോറീസ് ആയിക്കോട്ടെ, അടിപൊളി വാൾപേപ്പേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് എബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. iOS 27 ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് നടത്തുന്നത് ഞാൻ പറഞ്ഞു. കാരണം ഇത്രയും നാൾ നമ്മുടെ സ്മാർട്ട് ഫോൺ റേസസിൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ റേസിൽ കണ്ട ഒരു മാറ്റമായിരിക്കില്ല ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. ഒരു സിസ്റ്റം വൈഡ് AI ഏജൻറ്റിനായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇത് പവർ ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ജെമിനി അല്ലേ എന്ന് ചോദിച്ചാൽ അതൊരു വ്യത്യാസമുണ്ട്. ഞാൻ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് ഗൂഗിൾ ജെമിനിയുടെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള AI ആണ് കരുതുക. ജസ്റ്റ് ഒന്ന് കരുത്. സോ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഒരു വ്യത്യാസം ഫീൽ ചെയ്യില്ല. അതോടൊപ്പം ഓൺ ഡിവൈസ് ആയ പ്രോസസ്സുകൾ ചെയ്യാനായിട്ട് കൂടുതൽ കോമ്പറ്റേഷനായുള്ള മെമ്മറി ഈ പറഞ്ഞ ഡിവൈസിനും കോംപ്ലക്സിനും ആപ്പിളിൻ്റെ ബാക്കിയുള്ള സെർവേഴ്സിനും ആവശ്യം വരും. ആൻഡ് പ്രിവസി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ജെമിനിയുടെ കോംപ്ലക്സ് മോഡലുകളെ ഫ്രാക്ഷനായിട്ട് തിരിക്കും. അതായത് പല ഭാഗങ്ങളായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഓരോ ഭാഗങ്ങൾക്കും ഓരോ ഡ്യൂട്ടീസ് കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം? അതിന് ചെയ്യേണ്ട ഡ്യൂട്ടി മാത്രം ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സ് കുറച്ചുകൂടെ ഫോക്കസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തത് ഓൺ ഡിവൈസ് ആയ പ്രോസസ്സ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും. നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ഒക്കെ ചെറുതായിട്ട് സ്ലോ ആയാലോ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിൽ എന്താണ് കറക്റ്റ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനോ ഈ പറഞ്ഞ ഓൺ ഡിവൈസ് ആയിട്ടുള്ള ഏജൻ്റാണ് ഏറ്റവും ബെറ്റർ ആവുന്നത്. സോ ആപ്പിൾ ഇൻ്റലിജൻസ് ഓൺ ഡിവൈസ് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഇമ്പ്രൂവ് ചെയ്യാനും അതോടൊപ്പം ഇന്നേ വരെ നമ്മൾ കണ്ടു മറന്ന ജസ്റ്റ് വോയിസ് അസിസ്റ്റൻ്റായിട്ട് മാത്രമല്ല വരാൻ പോകുന്നത്. കംപ്ലീറ്റ് ഡിവൈസ്, അതായത് നമ്മുടെ ഫോൺ, ഐഫോൺ ആയിക്കോട്ടെ, മാക് ആയിക്കോട്ടെ, ഐപാഡ് ആയിക്കോട്ടെ, ഇനി വേറെ വല്ല ഡിവൈസ് വരുന്നുണ്ടെങ്കിൽ അതുമായിക്കോട്ടെ, ഈ പറഞ്ഞ AI ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതാണ് ഇതിന് കോറായിട്ട് വരാൻ പോകുന്നത്. നട്ടലായിട്ട് ഇനി വരാൻ പോകുന്നത് ആപ്പിളിൻ്റെ AI ആയിരിക്കും. അതിനിങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ വരും. ആ ബ്രാഞ്ചസിലായിരിക്കും പല കാര്യങ്ങളിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ മെയിൽസ് ഇവിടെ ആണെങ്കിൽ നമ്മുടെ മെസ്സേജ് ഇവിടെ, നമ്മുടെ ഫോട്ടോസ് ഇവിടെ ആണെങ്കിൽ നമ്മുടെ ക്യാമറ സെറ്റിങ്സ് ഇവിടെ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രിവസി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്പൈസപ്പ് ചെയ്ത് തരും. എന്തിനാണ്? AI വെച്ചുകൊണ്ട് ഐഫോൺ യൂസേഴ്സിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. സോ ആപ്പിൾ ഇൻ്റലിജൻസ് ഈ കാണാൻ പോകുന്ന പോലെയല്ല ഇനി വരാൻ പോകുന്നത്. ഒരു ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഇന്നേ വരെ നമ്മൾ കാണാത്ത ഒരു രീതിയിലേക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് മാറ്റാനും അതോടൊപ്പം തന്നെ ഇമ്പ്രൂവ് ചെയ്യാനും ഈ പറയുന്ന iOS 27 ബേസ് സിറി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് ഡാർക്കാണ്. അതുകൊണ്ട് നമുക്കൊരു ഡാർക്ക് മൂഡ് പിടിക്കാം. എങ്ങനെ? ഇനി ഈ ഒരു മൂഡിൽ വീഡിയോ എടുക്കാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറി കംപ്ലീറ്റ് ആയിട്ട് റീഡിസൈൻ ആവാമെന്ന് പറഞ്ഞു. എങ്ങനെ? നമ്മൾ ഇത്രയും നാൾ കണ്ടു മറന്നത് വെറുതെ വോയിസ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ സിറിനെ വെച്ച്. എന്തിനാടാ? ഹേയ് സിറി, സ്റ്റോപ്പ് ദ മ്യൂസിക്. ഓ, എന്തൊരു സ്നേഹം കണ്ടോ. ഇതേപോലെ വോയിസ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ ഇത്ര നാൾ യൂസ് ചെയ്തത്. പക്ഷേ ഇനി വരാൻ പോകുന്നത് ഒരു ചാറ്റ് ബോട്ട് പോലെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗൂഗിൾ ജെമിനിയും അതോടൊപ്പം ChatGPT അതിൽ നമുക്കൊരു ഫുൾ കോൺവെർസേഷൻ ചാറ്റ് പോലെ ചെയ്യാൻ പറ്റും, മെസ്സേജിങ് പോലെ. സെയിം പരിപാടി ഇതിലും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മെസ്സേജ് അയക്കുന്നില്ല, നമ്മൾ ചാറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളുടെയും ഹിസ്റ്ററി എടുത്തു വെക്കും. അതുകൊണ്ട് തന്നെ പാസ്റ്റ് ഹിസ്റ്ററി അനുസരിച്ച് നമുക്ക് അതിന് റിലേറ്റഡ് ആയ ടോപ്പിക്സും ആൻഡ് ആൻസേഴ്സും തരും. നമ്മളൊരു കമ്പനിക്കാരൻ്റെ അടുത്ത് എടാ ഞാൻ അന്ന് ആ സാധനം പറഞ്ഞു, ഈ സാധനം പറഞ്ഞില്ലേ
എന്ന് പറയുന്ന പോലെ തന്നെ ഈ കാര്യം നീ അന്ന് ഓർത്തില്ലേ, ഈ കാര്യം നീ അന്ന് ചെയ്തില്ലേ, ആ സെയിം പരിപാടി സിറിയിലും വരും. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫ്രണ്ട്ലി ചാറ്റ് ബോട്ടായിട്ടാണ് ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. ക്രെയ്ഗ് ഫെഡറിക് ഒക്കെ പറഞ്ഞത് ഞങ്ങൾ ചാറ്റ് ബോട്ട് കൊണ്ടുവരില്ല അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ ഒരു AI റേസിൽ, അതായത് 2026 പിടിച്ചു നിൽക്കുന്ന എല്ലാ കമ്പനികളും AI വെച്ചുകൊണ്ട് തന്നെയാണ്, AI വിറ്റുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇനി ആപ്പിൾ ആ ഒരു പരിപാടി പിടിച്ചില്ലെങ്കിൽ താഴത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ക്രാഷ് ആവുന്നതിന് മുമ്പ് ബെസ്റ്റ് റെമഡി എന്ന് പറഞ്ഞാൽ ചാറ്റ് ബോട്ടാണ്. ഞാൻ ഇടയ്ക്ക് എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, കണ്ടിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി പറഞ്ഞു ChatGPT ഒക്കെ പോലെ ഒരു ചാറ്റ് ബോട്ട് ആപ്പിളിന് കൊണ്ടുവരണം, ഒരു ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻ കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ സംഭവം ശരിയാവില്ല എന്ന് പറഞ്ഞു. ഇപ്പം എങ്ങനെ ഇരിക്കണ്? ഞാൻ അന്നേ പറഞ്ഞതാണ് ഈ പറഞ്ഞ ചാറ്റ് ബോട്ടായിരിക്കും ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിന്. പക്ഷേ ആപ്പിൾ വേറൊരു രീതിയിലും കൂടി ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ, ഇപ്പോൾ ChatGPTക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലൈറ്റ് ഓൺ ചെയ്യുക, ഗറാഷിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നാപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സിറിയിലേക്ക് വരുമ്പോൾ ഇന്നാപ്പായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം പേഴ്സണൽ തിങ്സും അതിന് ചെയ്യാൻ പറ്റും. സോ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പോർട്സ് സെർച്ച് ഇല്ലേ, നമ്മുടെ ഐഫോണിലൊക്കെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ സ്പോർട്സ് സെർച്ചിൽ നമ്മൾ പല കാര്യം സെർച്ച് ചെയ്യും, മാക്ബുക്കിലൊക്കെ. ആ ഒരു സംഭവം റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത് സിറി സെർച്ചിലൂടെയാണ്. സിറി സെർച്ചിലൂടെ സെർച്ച് ചെയ്യുമ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ചാൽ സ്പോർട്സ് സെർച്ച് ആക്ച്വലി ഒരു ബ്രീഫ് ഐഡിയ നമുക്ക് തരും. പക്ഷേ സിറി സെർച്ചിലേക്ക് പോകുമ്പോൾ നമുക്ക് വെബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ട, മെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ട, മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ട, നമുക്ക് എന്താണ് വേണ്ടത് അത് സിറി സെർച്ചിൽ ഓൾറെഡി നമുക്ക് ലഭിക്കും. കാരണം ഇത് നമ്മുടെ ഡാറ്റ, ഫുൾ ഡാറ്റ ആക്സസ് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ, ഇൻ-ആപ്പ് ആപ്ലിക്കേഷനിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. നമ്മുടെ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ഇൻസ്ക്രീൻ അല്ലെങ്കിൽ ഓൺ സ്ക്രീൻ ഡാറ്റ എല്ലാ കാര്യങ്ങളും ഇത് റെഫർ ചെയ്യും എന്താണ് നടക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് വേറെ ആപ്ലിക്കേഷനിൽ സ്വിച്ച് ചെയ്യാതെ തന്നെ മൊത്തം കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. സോ ഇൻ എ വേ നമുക്ക് നല്ലതാണ്. പക്ഷെ വേറൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും സിറി അപ്പോൾ കാണുകയല്ലേ, അല്ലേ എനിക്ക് ആ ഡൗട്ട് തോന്നി. മേ ബി എന്തെങ്കിലും ഒരു പ്രൈവസി സംഭവങ്ങളൊക്കെ കൊണ്ടുവരും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ മാരുമായിരിക്കും. പക്ഷെ എനിക്ക് ആ ഡൗട്ട് തോന്നി. ആ ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയ എന്തെങ്കിലും ആവട്ടെ, അടുത്തായിരുന്നു നോക്കാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത, അല്ലെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ് പുതിയ ലുക്ക് ഈ പറയുന്ന സിറിക്ക് വരുന്ന കേൾക്കുന്നുണ്ട്. ബിക്കോസ് നമുക്കിപ്പോൾ 3 ടൈപ്പ് സിറിയാണ് വരാൻ പോകുന്നത്. ഒന്നാമത്തെ പഴയ മോഡല് സർക്കുലർ മോഡൽ, അല്ലെങ്കിൽ സർക്കുലർ നമ്മൾ താഴത്ത് കാണുന്നതല്ലേ, റൗണ്ട് ഷേപ്പിൽ ഒരു ചെറിയൊരു ആനിമേഷൻ സിറി, അത് ഫസ്റ്റ് മോഡല്. സെക്കൻഡ് മോഡല് ഇപ്പോൾ കാണുന്ന മറ്റേ എഡ്ജ് ഗ്ലോയിങ് സിറി ഇല്ലേ, നമ്മുടെ എന്താ പറയുക 15 Pro മുതൽ കാണുന്ന അത്. മൂന്നാമത്തതാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പോൾ ആപ്പിൾ അത് വർക്ക് ചെയ്യാണ്, സീക്രട്ടായിട്ട് വർക്ക് ചെയ്യാണ്. എന്തിൽ? ഡൈനാമിക് ഐലൻഡിൽ കൊണ്ടുവരാൻ വേണ്ടി. സംഭവം മനസ്സിലായോ? ഡൈനാമിക് ഐലൻഡിൽ വരുമ്പോൾ ഏറ്റവും ഇമ്പ്രൂവ് ആയ കാര്യം വരാൻ പോകുന്നത് ക്ലാസിക്കായിട്ട് ഫീൽ ചെയ്യും, കുറേയധികം ലൈവ് ആക്ടിവിറ്റീസ് സെറ്റ് ചെയ്യാൻ പറ്റും. സിറിക്ക് കുറച്ചും കൂടെ വർക്ക് ചെയ്യാനുള്ള പ്ലേ ഗ്രൗണ്ടായിട്ട് ഈ പറഞ്ഞ ഡൈനാമിക് ഐലൻഡ് മാറും. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറയുമോ, 18 Proയിൽ സ്മോളർ ആയിട്ടുള്ള ഡൈനാമിക് ഐലൻഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ഫീൽ അല്ലെങ്കിൽ ആ ഒരു ആപ്പിൾ ഇൻ്റലിജൻസിനോ അല്ലെങ്കിൽ സിറിക്ക് വർക്ക് ചെയ്യാനുള്ള പ്ലേ ഗ്രൗണ്ട് കൂടും, സൈസ് കൂടും. ആ ചെറിയ ഡൈനാമിക് ഐലൻഡ്, ബാക്കി കുറേ സ്പേസ് ഉണ്ട്. സോ നമ്മൾ സംസാരിക്കുന്ന ടെക്സ്റ്റ് ചിലപ്പോൾ അവിടെ വരാം. വേവ് ഫോമില്ലേ, നമ്മുടെ ഈ ഇക്വലൈസറൊക്കെ ഇല്ലേ, ആ സംഭവം മേ ബി വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും ആനിമേഷൻസ് ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ഈ പറയുന്ന സിറിയുടെ തേർഡ് ഫേസ്, മൂന്നാമത്തെ മുഖമായിട്ട് ഡൈനാമിക് ഐലൻഡ് മാറ്റാം. സംഭവം മനസ്സിലായോ? സോ ഞാൻ തിങ്ക് ചെയ്തപ്പോൾ ഈ സൈഡ് ഗ്ലോവിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്നത്. ഡൈനാമിക് ഐലൻഡിൽ നമുക്ക് ലൈവ് സ്കോർ കാണാം. സോ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ FC ബാഴ്സലോണ വിസസ് റിയൽ മാഡ്രിഡ് എൽ ക്ലാസിക്കോ നടക്കുകയാണ്. എൽ ക്ലാസിക്കോ നടക്കുമ്പോൾ എത്രയായി സ്കോർ എന്ന് ചോദിക്കുകയാണ്. സ്കോർ ചോദിക്കുമ്പോൾ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഈ ചോദിച്ച് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇങ്ങനെ പോപ്പപ്പായിട്ട് വരുന്ന ഭയങ്കര ഫ്രണ്ട്ലി അല്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്തപ്പോൾ തന്നെ, ഞാൻ ആലോചിച്ചപ്പോൾ തന്നെ അത് കൊള്ളാല പരിപാടി,
എന്ന് തിങ്ക് ചെയ്തു. അത് വന്നതിന് ആക്ച്വലി ബെറ്ററാണ്. യൂസർ ഇൻ്റർഫേസ് തന്നെ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവും. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അത് മാത്രം ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കണക്കൂട്ടി ഇങ്ങനെ ഒന്ന് അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ഒന്ന് അങ്ങനെ ആയിരിക്കും. അതോടൊപ്പം തന്നെ WW27 നമുക്ക് ഫോൾഡബിൾ ഫോണിൻ്റെ ട്വീക്കിംഗ് കാണാൻ പറ്റും. ഇതെല്ലാം വരാൻ പോകുന്നത് അപ്കമിങ് ആയ ഡിവൈസിലാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പുതിയ സിറി പവർ ചെയ്യാൻ പോകുന്നത് ആരാണ്? ഗൂഗിൾ ജെമിനി. ഗൂഗിൾ ജെമിനി എന്ത് ചെയ്തു? ഗൂഗിൾ ജെമിനി ചോദിച്ചു, അണ്ണാ ആ എയർ ഡ്രോപ്പ് ഒന്ന് ഓൺ ചെയ്തേക്ക്, ഞങ്ങൾക്ക് കൂടെ ഓപ്പൺ ചെയ്തേക്കെന്ന് വെച്ചു. ഇപ്പോൾ ഗൂഗിൾ പിക്സലിൽ വന്നു, സാംസങ് S26 അൾട്രയിൽ വന്നു. ഇനി പതുക്കെ ആൻഡ്രോയിഡിലേക്ക് വരും. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ആ പരിപാടി ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ആപ്പിളിൻ്റെ ഒരു യുണീക്നെസ് അതിൽ പോയി എന്ന് തോന്നി. പക്ഷേ ബാക്കി കാര്യങ്ങൾ ആപ്പിൾ ഇപ്പോഴും ലോക്കായിട്ട് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഈ കാര്യം ഇതിൽ പറഞ്ഞു വെച്ചാൽ, ആപ്പിൾ സിറി ഗൂഗിളിൻ്റെ നിന്ന് എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സിറി ഗൂഗിളിനെ കൊണ്ട് പവർ ചെയ്യിച്ചുകൊണ്ടാണ് ആ ഒരു കാര്യം വിട്ടുകൊടുക്കണമെന്ന്. ആപ്പിളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഓൾറെഡി ഈ ചാറ്റ് ബോട്ടും ബാക്കി കാര്യങ്ങളും അവർ തന്നെ ചെയ്തായിരുന്നെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഗൂഗിളിൻ്റെ നിന്ന് വാങ്ങിക്കേണ്ട വരില്ലായിരുന്നു. ഞാൻ ഈ കാര്യം ഇതിനെ കുറച്ച് റെഫർ ചെയ്തപ്പോഴാണ് വേറെ കാര്യം മനസ്സിലായത്. ചാറ്റ് ബോട്ട് ഉണ്ടാക്കാമെന്നൊന്നുമില്ല. ഈ ചാറ്റ് ബോട്ടിൽ നമ്മുടെ ഫോട്ടോസ്, ഡോക്യുമെൻറ്റ്സ്, ഡാറ്റാസ്, വർക്കൗട്ടിൻ്റെ മെട്രിക്സ്, ഈ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ റിസൾട്ട് നമുക്ക് തിരിച്ചു തരും. ഈ ഒരു അപ്ലോഡ് ചെയ്യുന്ന ഡാറ്റ വെച്ചിട്ട് ആപ്പിളിന് അവരുടെ AI മോഡലിനെ കുറച്ചും കൂടെ പഠിപ്പിക്കാൻ പറ്റും, ട്രെയിൻ ചെയ്യാൻ പറ്റും. സോ വിച്ച് മീൻസ് ആപ്പിള് ഗൂഗിളിൽ നിന്ന് കുറേ കാര്യങ്ങൾ കടമെടുത്തിട്ട് പവർ ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള AI പരിപാടി ആപ്പിൾ ചെയ്യും. നോക്കി വെച്ചോ, ഈ ഒരു വീഡിയോ എടുത്തു വെച്ചോ, ഉറപ്പാണ് ആ കാര്യം. സോ ഇതൊക്കെ വരാൻ പോകുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് വിത്ത് പുതിയ സിറിയുടെ ലീക്സ് ആൻഡ് റൂമേഴ്സ് ആണ്. ഇതെല്ലാം ഇങ്ങനെ വരും എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇതറിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോടും കൂടെ പറയാൻ തോന്നി. കാരണം ആ ഡൈനാമിക് എലമെൻറ്റ് ഞാൻ കുറേ വട്ടം ആലോചിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താ കാര്യം തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇതേപോലെ എല്ലാ ആപ്പിൾ കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കൊല്ലം 1 ബില്യൺ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടണം. കുറച്ച് കൂടുതലാണ്, എന്നാലും നമുക്കത് എത്താൻ പറ്റും നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്താൽ. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പുതിയ വാൾപേപ്പേഴ്സ് ഇതുണ്ടോ, ഇത് മാക്കിൻ്റെ പുതിയ വാൾപേപ്പറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, എവിക്ക കമ്മ്യൂണിറ്റി, അതിൽ ഫോളോ ചെയ്താലാണ്, അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വാൾപേപ്പേഴ്സും ഫ്രീ ആയിട്ട് കിട്ടും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴത്ത് കമൻറ്റ് ചെയ്യുക. Thank you so much. This is Jebin Xavier and see you on next video.